വഴിവക്കിൽ നിന്ന് അനധികൃത ഫ്ലെക്സുകളും ഹോർഡിംഗ്സുകളും നീക്കണമെന്ന ഹൈക്കോടതി വിധിയോട് പുറംതിരിഞ്ഞ അധികൃതർ. അനധികൃത ഹോർഡിംഗ്സുകൾ മാറ്റിയില്ലെങ്കിൽ 5000 രൂപ പിഴ ഒടുക്കണമെന്ന കോടതി വിധിയും പാലിക്കപ്പെടുന്നില്ല. സർക്കാരിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഇതുമൂലം നഷ്ടമാകുന്നത്. വഴിവക്കിലെ അനധികൃത ഫ്ലെക്സുകളും ഹോർഡിംഗ്സുകളും മാറ്റിയില്ലെങ്കിൽ 5000 രൂപ പിഴയൊടുക്കണം എന്ന ഹൈക്കോടതി വിധി കഴിഞ്ഞ മാസം 19-നാണ് വന്നത്. എന്നാൽ പിഴ ഈടാക്കുന്നത് സംബന്ധിച്ച് കാര്യമായ നടപടികളൊന്നും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ഇത് ഞങ്ങളൊരു കണക്കെടുത്തായിരുന്നു. അതായത് 1-2 വില്ലേജുകളിൽ പോയി 1 കിലോമീറ്ററിൽ ഇത്ര ഹോർഡിങ്ങുകൾ ഇൻറ്റു അവിടെയുള്ള ആകെ റോഡിൻ്റെ ഏകദേശം ഒരു കണക്ക്, മുനിസിപ്പാലിറ്റി അതുപോലെ കോർപ്പറേഷൻ, ഞങ്ങൾക്ക് കിട്ടിയ കണക്കുകളുള്ള ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ മുഴുവൻ ഇത് എൻഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 6500 കോടി രൂപയാണ് സർക്കാരിന് കിട്ടുന്നത്. അന്നേരം ഒരു പൈസ കിട്ടുന്ന, ഫ്രീ ആയിട്ട് പൈസ കിട്ടുന്ന കാര്യത്തിൽ പോലും സർക്കാരിന് ഒരു അമാന്തമാണ്. വഴിവക്കിലെ അനധികൃത ഫ്ലെക്സുകളും ഹോർഡിംഗ്സുകളും നീക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് 2017-ലാണ് വന്നത്. തുടർന്ന് ഫ്ലെക്സുകളും ഹോർഡിംഗ്സുകളും വയ്ക്കുന്നതിന് ഏകീകൃത മാനദണ്ഡം സർക്കാർ ആലോചിച്ചെങ്കിലും നടപ്പിലായില്ല. ഹൈക്കോടതി ഈ വിഷയത്തിൽ അമിക്കസ് ക്യൂറി വയ്ക്കുകയും റിപ്പോർട്ട് തേടുകയും ചെയ്തു. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ നടപടി ഉണ്ടാകാതെ വന്നപ്പോൾ റോട്ടറി ഇന്റർനാഷണൽ റോഡ് സേഫ്റ്റി ചെയർമാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പിഴയൊടുക്കണം എന്ന കോടതി ഉത്തരവിനെ തുടർന്ന് കളമശ്ശേരി നഗരസഭ 2625 ഹോർഡിംഗ്സുകൾ മാറ്റി 3 കോടിയോളം രൂപ പിഴ ഇടുകയും ചെയ്തു. എന്നാൽ മറ്റിടങ്ങളിൽ കാര്യമായ അനക്കമുണ്ടായില്ല. അപകടകരമായ രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹോർഡിംഗ്സുകൾ പോലും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സർക്കാരിന് പിഴ ഇനത്തിൽ ലഭിക്കേണ്ട വൻതുക നഷ്ടപ്പെടുകയും ചെയ്യുന്നു. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.